അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിതേ പിന്നെ റെഡി ഇറങ്ങിയിട്ട് ഡോമിലോട്ടാണ് പോകാൻ പോണേ കേട്ടോ. ഡോം ഇന്നലെ ജസ്റ്റ് ബസ്സിലിരുന്ന് ഗോപി കണ്ടുള്ളൂ. അപ്പോൾ ഡോമിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു എസ്ബാൻ സ്റ്റേഷൻ നിങ്ങൾ പല വീഡിയോസിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള, ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു എസ്ബാൻ സ്റ്റേഷനാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡോം കാണാൻ പോവാണ്. ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഗോപിക്ക് ഇഷ്ടം ഡോം കാണാനാണ്. അപ്പോൾ നമ്മൾ ഡോമിലേക്ക് പോവുകയാണ്. അതെ, നമ്മളൊരു പിക്ക് എടുക്കണമെന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് അപ്പോൾ നമ്മൾ പിക്കൊക്കെ എടുക്കാനൊക്കെ ഹക്കേഷൻ മാർക്കറ്റിൽ ആണ് വന്നേക്കണേ. അപ്പോൾ ഇവൾക്ക് നമ്മുടെ കഴിഞ്ഞ വ്ലോഗ് കണ്ടപ്പോഴേക്കും ഹക്കേഷൻ മാർക്കറ്റ് കാണുമെന്ന് പറഞ്ഞ് വന്നു. പക്ഷേ തണുപ്പായതുകൊണ്ട് അവിടുത്തെ ഷോപ്പൊന്നും ഇല്ല. ഞങ്ങൾക്കൊരു മാസ്ക് ഒക്കെ മേടിക്കണം, അങ്ങനെ ഇറങ്ങിയതാണ്. പിച്ചിമ്മയൊക്കെ പറയേണ്ടത് എന്താണാവോ? എടി നീ പറഞ്ഞ കാത്തീഡ്രല് കളിക്കണോ? അപ്പോൾ നമ്മൾ നടന്ന് ഇപ്പോൾ എത്തിയേക്കുന്നത് ഞാൻ ഒരു വ്ളോഗിൽ ഓൾറെഡി ഞങ്ങൾ കാണിച്ചതാണ്. ഈ പറഞ്ഞ കാത്തീഡ്രൽ ഇവിടെയാണ് നമ്മൾ പോകാൻ പോണത്. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കൂടി ഒഴുകണ ഈ ഒരു റിവർ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്പ്രീ റിവർ. ബെർലിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു റിവർ. ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് ഇന്നിപ്പോൾ കുറച്ച് സണ്ണി ആയത് കാരണം ഒരുപാട് പേര് ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വെയിൽ കൊള്ളാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതിലാണ് ശ്രദ്ധ. ആ പെണ്ണിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഗോപിക. പിന്നെ ഈ സ്ഥലത്ത് ഞങ്ങൾ എപ്പോഴും വന്നിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര അട്രാക്റ്റീവാണ്. അങ്ങനെ കണ്ട് വന്നിരിക്കാറുണ്ട്. പിന്നെന്താ, ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ക്രോസ് ചെയ്താൽ നമുക്ക് ഇപ്പുറത്തേക്ക് കയറിയിരിക്കാം. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കും. എല്ലാവരും വരുമ്പോൾ ഫ്രണ്ട്സും ലവേഴ്സൊക്കെ ഇവിടെ കയറിയിരിക്കും. കാരണം ഇങ്ങോട്ട് കയറി ഇരുന്നാൽ കുറച്ചും കൂടി നൈസായിട്ട് വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ചുറ്റുമുള്ള എല്ലാം ഒരേ സ്ഥലത്ത് ഇരുന്ന് കാണാം. അവിടെ ഇരുന്നാൽ അത്രയും ഒരു വ്യൂ കിട്ടില്ല. അപ്പോൾ എപ്പോഴും വന്നിരിക്കാറുണ്ട് ഇവിടെ. നല്ല രസമാണ്. അപ്പോൾ നമ്മളിതേ ബെർലിൻ കത്തീഡ്രൽ എത്തി. അപ്പോൾ നമ്മുടെ ഹക്കേഷൻ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ ഇങ്ങോട്ട് അല്ലേ, കുറച്ചല്ലേ നടന്നുള്ളൂ. അപ്പോൾ ഡോം എത്തി. ഡോമിലേക്ക് കയറാനുള്ള ടൈം മൺഡേ 10 AM to 7 PM വരെയാണ്.
അപ്പോൾ കുഴപ്പമില്ല. ലാസ്റ്റ് 6 o'clock കയറ്റുള്ളൂ. 6 o'clock വരെ നമുക്ക് അകത്ത് കയറാം. 7 o'clock ആകുമ്പോൾ ക്ലോസ് ചെയ്യും. കയറാം. ഓക്കെ. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. എങ്ങനെയാണ്? €7. സാധാരണ നോർമൽ ആണെങ്കിൽ €7, പിന്നെ സ്റ്റുഡൻസിനും പിന്നെ കുറച്ച് എന്താ പറയുക ഗ്രൂപ്പായിട്ട് ആൾക്കാരൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ €5. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഓഡിയോ ഗൈഡ്, നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലും ഹിസ്റ്ററിയൊക്കെ കേൾക്കണം എന്നുള്ളൊരു ഓഡിയോ ഗൈഡും കൂടി വേണം എന്നാണെങ്കിൽ അതിന് എക്സ്ട്രാ €4 പേ ചെയ്യേണ്ടി വരും. നമ്മൾ ഇങ്ങോട്ട് കയറാൻ പോയപ്പം ഇവിടെ കാണിച്ചേക്കുന്ന ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് മേളിലെത്തുമ്പോഴേക്കും 360 ഡിഗ്രി വ്യൂ കിട്ടുമെന്നാണ് അവിടെ കാണിക്കണേ. അപ്പം നമുക്ക് ടിക്കറ്റ് ഉണ്ട്, ഇതുവരെ ചോദിച്ചിട്ടില്ല. കയറി വന്നപ്പോഴേക്കും കിതച്ചു ക്ഷീണിച്ചു. കാരണം കുറേ സ്റ്റെപ്പ് ഉണ്ട്, 275 സ്റ്റെപ്സ് എന്തുകൊണ്ട്. പിന്നെ ഇതൊരു മ്യൂസിയമാണ്, പക്ഷേ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ കൊറോണ കൊണ്ടായിരിക്കും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പാസ് നമ്മുടെ കയ്യിലുണ്ട്. പാസ് നമ്മൾ ഇവിടെ തന്നെ എൻട്രി ചെയ്തിട്ട് നമ്മൾ സൈഡിലേക്ക് പോകുന്നത്. ഇത് നോക്കിയാൽ കാണാം, ഭയങ്കര ചെറിയ രീതിയിലുള്ള ഒരാൾക്ക് മാത്രം പോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് മേളിലേക്കുള്ളത്. അപ്പോൾ കയറി വന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. മിക്കവാറും ഇത് വേൾഡ് വാറിൽ പോയതായിരിക്കാനാണ് സാധ്യത.
ഇനി ഇങ്ങോട്ട് കയറാമെന്ന് വെച്ചു. ഇനി 132 സ്റ്റെപ്സ് താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 132 ഒന്നും അല്ല, നല്ല ഹൈറ്റിലുള്ള സ്റ്റെപ്സാണ്. അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് കയറാൻ നല്ല രീതിയിലുള്ള സ്റ്റെപ്പ് അല്ല, അതുകൊണ്ട് നമുക്ക് കയറാൻ ഭയങ്കര ടഫാണ്. ഭയങ്കര കണ്ടില്ലേ, ഒരാൾക്ക് കറക്റ്റ് കയറി പോകുന്നൊരു ഗ്യാപ്പുള്ളൂ. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് വേണം കയറി പോകാൻ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം സ്റ്റെപ്പ് കയറി കഷ്ടപ്പെട്ട് ഇതായി ഇവിടെ എത്തി. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ടെലിസ്കോപ്പിൽ ശരിക്കും നമ്മൾ €1 അല്ലെങ്കിൽ €2 നമുക്ക് ഇടണം. എന്നിട്ട് ഇവിടെ കോയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ നല്ല വെയിറ്റുണ്ട്. ഇത് നമ്മളിങ്ങനെ നോക്കണം. ഇത് ഞാൻ എമൗണ്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഏത് സ്ഥലത്തെയും വ്യൂ കംപ്ലീറ്റ് ഇതൊരു 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയിൽ നമുക്ക് കംപ്ലീറ്റ് സ്ഥലത്തിൻ്റെ വ്യൂ കിട്ടും. നൈസാണ്. ഗോപിക കണ്ടു. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഇത് ബെർലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കാണാൻ പറ്റും. എനിക്കും അങ്ങനെ ഇത്രയും ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. നല്ല 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 അടിപൊളി വ്യൂ ആണ്. ബാപ്പറോ ഇവിടെ ആദ്യം ടിക്ടോക്ക് ഒക്കെ എടുക്കുക കേട്ടോ. ഏറ്റവും നല്ലൊരു പ്ലേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ചാടി ഇറങ്ങി അവിടെ നിന്ന് ടിക്ടോക്ക് എടുക്കും. അപ്പോൾ ഇത് ക്ലോസ് ആണെങ്കിൽ 3 മിനിറ്റ്സും കൂടി നമുക്ക് ടൈം ഉള്ളവിടെ നിൽക്കാൻ. അപ്പോൾ ഇത് ക്ലോസ് ആയി തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തമുള്ളൊരു വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 7 മണി വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ 6:45 അപ്പോഴേക്കും അവർ നമ്മളെല്ലാവരും ഇറക്കി ക്ലോസ് ചെയ്യാണ്.